ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ദോശമാവൊക്കെ നമ്മൾ അരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ചിലപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തിലും കൂടി നമുക്ക് മാവ് എടുക്കാനായിട്ട് ബാക്കി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ മാവ് പുളിച്ച് പൊങ്ങാതിരിക്കാനായിട്ട് ഇതേപോലെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക. നമ്മളിതിനകത്തേക്ക് ഉപ്പിട്ടാലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പുളിച്ച് ഒത്തിരി പൊങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ ഒരു പച്ചമുളക് ഇട്ട് വെച്ചാൽ മതി. നമ്മുടെ 2 ദിവസം 3 ദിവസം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഇതിരുന്നാൽ നമുക്ക് യാതൊരു പുളിപ്പോ ഒന്നും തോന്നില്ല കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, ബൈ. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാവിലേക്ക് ചുടുന്നതിന് മുമ്പ് ഈ മാവിനകത്തേക്ക് നമുക്ക് ലേശം വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. പിന്നെ നമുക്ക് ഓരോ പ്രാവശ്യവും നമുക്ക് നമ്മുടെ കല്ലുമ്മേ ഇത് തൂക്കേണ്ട ആവശ്യം വരില്ല. ആദ്യത്തെ ഒരു പ്രാവശ്യം മാത്രം കല്ലൊന്ന് മിനുക്കി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് കോരി ഒഴിച്ച് ഓരോ പ്രാവശ്യം നമുക്ക് എണ്ണ പറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എണ്ണ ഒഴിക്കാതെ ദോശ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചുടുമ്പോഴുണ്ടല്ലോ ഇതേപോലെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഈ മാവിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമുക്ക് ഈ ചട്ടിയിൽ എണ്ണ ഒഴിക്കാൻ ഒഴിവാക്കാം. അപ്പം ഞാനിനി എണ്ണ ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഈ ദോശ മാവ് എടുത്ത് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ അടി നിങ്ങൾ നോക്കിക്കോട്ടോ. ഞാനിത് എണ്ണ ഒഴിച്ചിട്ടുള്ളൊരു മാവ് കൊണ്ട് ചുട്ടെടുത്തതാണ്. ഇത് നോക്കിക്കേ, നമ്മുടെ പാനിരിക്കുന്നുണ്ട് എന്ത് സൂപ്പറായിട്ടാണ് നോക്കിക്കേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടാവും, ഇത് ചെയ്യുന്നവരുണ്ടാവും. ഇതറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാകട്ടെ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം ഞാൻ ഓർത്തൊന്ന് ഷെയർ ചെയ്തേക്കാന്ന്. അപ്പം നിങ്ങളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കൂട്ടുകാരെ. ഇത് ദോശയ്ക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് അപ്പം ചുടുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടിക്ക് ചുറ്റിനുണ്ടല്ലോ എണ്ണ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. നമ്മുടെ ചട്ടി നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ ബൈ.